നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പൂക്കാലവുമായി ഒരു പുതുവർഷം കൂടി കടന്നു വരികയാണ്. ലോകത്തിനു വേണ്ടി നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഈ അറിവോടെ നമുക്ക് മുന്നോട്ടു പോകാം. 2026 ആദ്യത്തെ സന്ധ്യാദീപത്തിന് തിരി തെളിയിക്കാം. ബാല്യകാലത്ത് അമ്പാടിയിൽ കുസൃതി കാണിച്ച് ഓടി നടന്ന കൃഷ്ണനോട് അമ്മ യശോദ നീ മണ്ണ് തിന്നുവോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് കളവ് പറഞ്ഞ കണ്ണനോട് വായ തുറക്കാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണന്റെ വായയിൽ വിശ്വം മുഴുവൻ കണ്ട അമ്മ ഭയന്ന് മകനോട് വായ മുറുക്കാൻ പറയുന്ന ഒരു ഭക്തിഗാനമുണ്ട്. ഭക്തിയും സ്നേഹവും നിറഞ്ഞ സുന്ദരമായ സന്ധ്യാനാമം. ഇനി നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശരണം ഭവ കരുണാമയി കുരുദീനദയാലോ കരുണാരസവരുണാലയ കരിരാജകൃപാലോ. ശരണം ഭവ കരുണാമയി കുരുദീനദയാലോ കരുണാരസവരുണാലയ കരിരാജകൃപാലോ. അധുനാ ഖലു വിധിനാമയി സുധിയാസുരഭരിതം പുരുഷോത്തമ ജഗദീശ്വര ഹര മാമകദുരിതം. അധുനാ ഖലു വിധിനാമയി സുധിയാസുരഭരിതം പുരുഷോത്തമ ജഗദീശ്വര ഹര മാമകദുരിതം. ഹരേ 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 മുനിമാനസ സരസീരുഹ മണിമണ്ഡപ സദന ഭരദാദിക നിജ സോദര പരിസേവിത ചരണ. മുനിമാനസ സരസീരുഹ മണിമണ്ഡപ സദന ഭരദാദിക നിജ സോദര പരിസേവിത ചരണ. ജനകാത്മജ സഹിതാഖില ജനരഞ്ജന ഭഗവൻ പുരുഷോത്തമ രഘുനന്ദന ഹര മാമകദുരിതം. ജനകാത്മജ സഹിതാഖില ജനരഞ്ജന ഭഗവൻ പുരുഷോത്തമ രഘുനന്ദന ഹര മാമകദുരിതം. ഹരേ 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 വിജയാദ്ഭുതരഥനായക കരുണാരസ ജലധേ കുരു പാണ്ഡവ സമരാങ്കണ രജസാഞ്ജിത മൗലേ. വിജയാദ്ഭുതരഥനായക കരുണാരസ ജലധേ കുരു പാണ്ഡവ സമരാങ്കണ രജസാഞ്ജിത മൗലേ. ശരണം മമ കൃപയാ ദിശ ഭവതീരിത ഗീതം പുരുഷോത്തമയദുനന്ദന ഹര മാമകദുരിതം. ശരണം മമ കൃപയാ ദിശ ഭവതേരിത ഗീതം പുരുഷോത്തമയദുനന്ദന ഹര മാമകദുരിതം. ഹരേ 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 ഹരേ
കൊത്തിയെടുത്ത 18 പടികൾ കടന്നു വേണം ഭക്തർ ശബരിമല ശാസ്താവിന്റെ സന്നിധിയിലെത്താൻ. ഓരോ പടികൾക്കും വ്യക്തമായ തത്വങ്ങളുണ്ട്. പടിപൂജ ഒരു പ്രധാന ചടങ്ങായി മാറിയതും അതുകൊണ്ട് തന്നെയാകണം. കൂടുതൽ അറിയാം ഇന്നത്തെ കഥയമമയിലൂടെ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ഭഗവാൻ ശ്രീധർമ്മശാസ്താവിൻ്റെ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന സങ്കേതമാണ് സാക്ഷാൽ ശബരിമല. ആ ശബരിമലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. അതിൻ്റെ ഭൂപ്രകൃതി കൊണ്ടും അവിടെയുള്ള നിയമങ്ങൾ കൊണ്ടും അവിടുത്തെ രീതികൾ കൊണ്ടും ഒക്കെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ശബരിമല വിഭിന്നമായി നിൽക്കുന്നു. അത്രയധികം രഹസ്യ സ്വഭാവമുള്ളൊരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ശബരിമല. ആ ശബരിമലയിൽ ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്ന സമയത്തൊക്കെ തന്നെ ആ ഭഗവാന്റെ രൂപത്തിൻ്റെ ഒപ്പം തന്നെ ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ തൊട്ട് താഴേക്ക് നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്ന 18 പടികളുണ്ട്. ഭഗവാന്റെ 18 തത്വങ്ങളുണ്ട്. ആ 18 പടികളെ പൂജിക്കുന്ന വിശേഷപ്പെട്ട ഒരു ചടങ്ങ് സന്നിധാനത്ത് നടക്കാറുണ്ട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ പടിപൂജ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ആ അനുഷ്ഠാനത്തെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് പടിപൂജയെക്കുറിച്ച് കേൾക്കാം. എന്താണ് പടിപൂജ എന്ന് പറയുന്നതിന് മുമ്പായി 18 പടികൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. പല വ്യാഖ്യാനങ്ങളാണ് ഇതിന് കൊടുക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് 18 മലകൾ, ശബരിമല ഉൾപ്പെടെയുള്ള 18 മലകളും ആ മലകളിലെ ദേവതകളുടെ ചൈതന്യവും ആ പടികളിലുണ്ട് എന്നാണ് വിശ്വാസം. അതിൽ തന്നെ 18-ാം പടിക്ക് വിഗ്രഹത്തിൻ്റെ അതേ പ്രാധാന്യമാണ്. അത്രയധികം മഹത്വം ആ 18-ാം പടിക്കുണ്ട്. അങ്ങനെയുള്ള ആ പടികളെ പൂജിക്കുന്ന ഒരു ക്രമമാണ് പടിപൂജ. ആ പടികളെ പൂജിക്കുക എന്നുള്ളതുകൊണ്ട് അതിലുള്ള ദേവചൈതന്യത്തെ അല്ലെങ്കിൽ ആ മലദൈവങ്ങളെ, അതിലെ തത്വത്തെ ഒക്കെ നമ്മൾ പൂജിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് സാധാരണ രീതിയിൽ നടക്കാറുള്ളത് മണ്ഡല മകരവിളക്ക് കാലത്ത് പടിപൂജ പതിവില്ല. കാരണം അതിയായ തിരക്കുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നടക്കാറില്ല. മറ്റ് സമയങ്ങളിലാണ് പടിപൂജ നടക്കാറുള്ളത്. പടിപൂജ നടത്തേണ്ട ഉത്തരവാദിത്തം ക്ഷേത്രം തന്ത്രിയാണ് പടിപൂജ ചെയ്യുക. ഇന്ന് ശബരിമലയിൽ എത്രയോ വർഷങ്ങൾക്കുള്ള പടിപൂജ പോലും ബുക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുക. എത്രയോ വർഷങ്ങൾക്കുള്ളത്. നമ്മളിപ്പോൾ ഇനി ഒരു പടിപൂജ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ഏത് വർഷം അത് സാധിക്കുന്നു പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അത്രയധികം ആ വഴിപാടാണ് അവിടെ വന്നിട്ടുള്ളത്. കാരണം അതിലൂടെ ആരാധിക്കുന്നത് ആത്യന്തികമായിട്ട് പ്രകൃതിയെ തന്നെയാണ്, മലദൈവങ്ങളെയാണ്, ആ മലകളെയാണ്. അപ്പോൾ ഭഗവാൻ അതിൻ്റെയൊക്കെ അധിപനായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തൻ്റെ ആ സാമ്രാജ്യത്തിലുള്ള മുഴുവൻ ദേവതകൾക്കും ഒരേ സമയം പൂജ കൊടുക്കണം എന്നുള്ള ഭഗവാന്റെ നിശ്ചയമായിരിക്കാം ചിലപ്പോൾ പടിപൂജയിലൂടെ നിറവേറുന്നുണ്ടാവുക. അത് ചെയ്യാറുള്ളത് തന്ത്രിയാണെന്ന് പറഞ്ഞു. ദീപാരാധനയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് അത് നടക്കാറുള്ളത്. 2 ഭാഗത്തും പട്ട് വിരിച്ച്, പടികളുടെ 2 ഭാഗത്തും മനോഹരമായിട്ടുള്ള പട്ട് വിരിക്കുന്നു. ഓരോ പടികളിലും 2 വിളക്ക് വീതം വെച്ച് 36 നിലവിളക്കുകൾ നെയ്ത്തിരിയിട്ട് കത്തിക്കുന്നു. ഓരോ പടിക്കും പ്രത്യേകം പൂജ കൊടുക്കുന്നു. 18-ാം പടിക്ക് താഴെ പത്മമിട്ട് 18 പടികളിലും അഭിഷേകം ചെയ്യാനുള്ള കലശം പൂജിച്ച് ഓരോ പടിക്കും നേദ്യം സമർപ്പിച്ച് ആരതി ഒഴിഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു രീതിയിലാണ് പടിപൂജ നടക്കുന്നത്. അതിനുശേഷം ഭഗവാനൊരു പ്രത്യേകമായിട്ടുള്ള പൂജയുണ്ട്. അതിനുശേഷമാണ് കർപ്പൂരാരതി കാണിച്ച് പടിപൂജ അവസാനിപ്പിക്കുന്നത്. പടിപൂജ കാണാനായിട്ട് നിരവധിയായിട്ടുള്ള ഭക്തർ സന്നിധാനത്തേക്ക് പോകാറുണ്ട്. കാരണം അതുപോലും ഏറ്റവും വിശേഷപ്പെട്ട ഒരു അവസരമാണ്. എങ്ങനെയാണോ മണ്ഡലപൂജ നമ്മൾ പറയുന്നത്, എങ്ങനെയാണോ മാളികപ്പുറത്തുള്ള ഗുരുദേവ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണോ മകരവിളക്ക് പറയുന്നത്, അതുപോലെ തന്നെ പടിപൂജ തൊഴുന്നതും വളരെയധികം വിശേഷമാണ്. എല്ലാ തരത്തിലുള്ള പാപങ്ങളും മാറി ഭഗവാൻ ആരാണ് യഥാർത്ഥത്തിൽ നിന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കി തരാൻ പടിപൂജയ്ക്കും കൃത്യമായിട്ട് സാധിക്കും എന്ന് പറയാറുണ്ട്. അപ്പം ഇത്രയധികം മഹത്വമുള്ള ഈ പടിപൂജയിലൂടെ ആരാധിക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് ഭഗവാൻ തന്നെയാണ്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 18 പടികളിലേക്കായിട്ട് പഞ്ചലോഹം പൊതിയാനായി അവിടെ പണി നടക്കുന്ന സമയത്ത് ആ 18 പടികളിലുള്ള ദേവചൈതന്യത്തെ ഭഗവാന്റെ വിഗ്രഹത്തിലേക്കാണ് ആവാഹിച്ചതെന്നാണ്. അതിനുശേഷം പണി പൂർത്തിയായതിനു ശേഷം വിഗ്രഹത്തിൽ നിന്ന് തിരിച്ച് പടികളിലേക്ക് ആവാഹിച്ചു. അപ്പോൾ നോക്കൂ, ഭഗവാന് തുല്യമായിട്ടുള്ള ചൈതന്യം തന്നെയാണ് 18-ാം പടിയിലുള്ളത്. ഹവിസ് തൂകുന്ന സ്ഥലമാണത്. ഏറ്റവും വിശേഷപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പം അതിനെ പൂജിക്കുക എന്നുള്ളതിലൂടെ ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും, മലദൈവങ്ങളായിക്കോട്ടെ മറ്റ് തത്വാംശത്തിലുള്ള മറ്റ് ദേവതകളായിക്കോട്ടെ, അവയൊക്കെ പൂജിച്ച് തൃപ്തിപ്പെടുത്തി ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു പൂജയായിട്ടാണ് പടിപൂജയെ കാണുന്നത്.
ആർക്കെങ്കിലും പടിപൂജ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മണ്ഡല മകരവിളക്ക് കാലത്തല്ലാതെ പോയാൽ മിക്ക സമയങ്ങളിലും അത് നിശ്ചയിക്കപ്പെട്ട സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. വളരെ നയനാനന്ദകരമായിട്ടൊരു കാഴ്ചയാണ്. എല്ലാ പടികളിലും കർപ്പൂരമൊക്കെ കത്തിച്ച് തന്ത്രി ആ കർപ്പൂരം ഒഴിഞ്ഞ് ആ പടികളിലേക്ക് പുഷ്പം വിതറുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ ഉറക്ക സന്നിധാനത്തുള്ള എല്ലാവരും സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ് അത് കാണുന്ന സമയത്ത് ഉണ്ടാവുക. എല്ലാവർക്കും അത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്നറിയാം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, മലദൈവങ്ങളുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പൊന്നു 18-ാം പടിയുടെ പടിപൂജ കാണാനുള്ള ഭാഗ്യം സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ് തന്നെ അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ഭഗവാനോട് പറയുന്നു. നിരവധിയായിട്ടുള്ള ദ്രവ്യങ്ങൾ, നാളികേരവും അരിയൊക്കെ ഉൾപ്പെടെയുള്ള ദ്രവ്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ശേഖരിക്കാറുണ്ട്. അത് വഴിപാടുകാരൻ്റെ ഉത്തരവാദിത്തമാണ് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് ആ പടിപൂജ പൂർത്തിയാക്കി സ്വാമിയെയും പൂജിച്ചാണ് പിന്നീട് അത് അവസാനിപ്പിക്കുന്നത്. അതൊക്കെ തൊഴാനുള്ളൊരു ഭാഗ്യം എപ്പോഴെങ്കിലും ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സത്യമായിട്ടുള്ള പൊന്നു 18-ാം പടിയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഒരേ ദിവസം ദർശനം നടത്തിയാൽ ഉത്തമ ഫലം ലഭിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തിരുത്തി എന്നിവ അത്തരം അമ്പലങ്ങളാണ്. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണുപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഇനി നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. ഇത് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. സർവ അഭീഷ്ട പ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്ത പത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനമത്രേ അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ ഭാർഗവൻ ഭൂവിൽ പിറന്നു. കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്തിലാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ടൗണിൽ നിന്നും കുമ്പള ബദിയെടുക്ക റൂട്ടിലെ നായിക്കാപ്പ് ജംഗ്ഷനിലെത്തി അവിടെ നിന്നും തെക്കുഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. വളരെ അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല. ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും. ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും ബലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തുവാൻ. എത്രയും ദർപ്പമോടെ ധാത്രിവാണിടും ക്ഷത്രിയ ഗോത്രം മുടിച്ചു. ദ്വാപരയുഗത്തിൽ വില്ലോമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലോമംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം. വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തരായി ഭഗവാനെ നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു. ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി. പൂജാ സാമഗ്രികൾ എടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തന്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി. ആ തള്ളലിന്റെ ശക്തി എന്നോണം ബാലൻ ദൂരേക്ക് തെറിച്ചു വീഴുകയുണ്ടായി. ബാലൻ ദൂരെ ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു. എന്നാൽ സ്വാമിയാർക്ക് ബാലനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാവുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു. സ്വാമികൾ
ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു. ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി പടിഞ്ഞാറേ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി. അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുളുകയുണ്ടായി. ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി. തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി. കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്കെ സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി. ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻകാട് എന്നറിയപ്പെട്ടതും അത് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തിയാർജിച്ചതും. യാതൊരു മനുഷ്യ പ്രയത്നത്തിന്റെയും അടയാളമില്ലാത്ത ദിവ്യ തേജസ് കാണപ്പെട്ട ആ ഗുഹ അനന്തപുരം ക്ഷേത്രത്തിൽ ഭക്തിപൂർവം സംരക്ഷിക്കപ്പെട്ടു വരുന്നു. വില്ലോമംഗലത്ത് സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും തീർത്ഥമായി ഈ ഗുഹയുടെ മധ്യത്തിലുള്ള കുഴിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. നമസ്കാര മണ്ഡപത്തിന്റെ ഇടതുവശത്തുകൂടി ഭഗവാനെ ദർശിക്കുവാൻ സൗകര്യമുണ്ട്. കരിങ്കല്ലുകൾ കൊണ്ട് പാലം പണിതാണ് സോപാനത്തിന് മുന്നിൽ നിന്ന് ഭഗവത് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. സോപാനത്തിലൂടെ അകത്തേക്ക് കയറിയാൽ മുഖമണ്ഡപത്തിലെത്തും. ഭഗവാന്റെ അഭിഷേകം ഇവിടെ വച്ചാണ് നടത്തപ്പെടുന്നത്. അഭിഷേകം ചെയ്ത ജലം മുഴുവനായി ശ്രീകോവിലിന് ചുറ്റുമുള്ള കുളത്തിൽ വീഴുന്നതിനാൽ കുളത്തിലെ മുഴുവൻ ജലം തീർത്ഥം തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മേൽത്തട്ട് മനോജ്ഞങ്ങളായ എണ്ണഛായാ ചിത്രങ്ങളും മരം കൊണ്ടുള്ള കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ചു. 1945 കാലഘട്ടങ്ങളിൽ ഈ പ്രദേശം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നു. കുളത്തിൽ വിളിക്കുമ്പോൾ വരുന്ന മുതലയുണ്ട് എന്ന് കേട്ടറിഞ്ഞ അവർ ഒരു ദിവസം അതൊന്ന് പരീക്ഷിക്കണമെന്ന് കരുതി കുളത്തിൻ കരയിലെത്തി മുതലയുടെ പേരായ ബബിയ എന്ന് വിളിക്കുകയുണ്ടായി. പൊടുന്നനെ മുതല നീന്തി അവിടെ എത്തുകയുണ്ടായി. ഈ വിചിത്ര അനുഭവം കണ്ട് സഹിക്കവയ്യാതെ അതിലൊരാൾ ആ മുതലയുടെ നേർക്ക് നിറയൊഴിക്കുകയും തൽക്ഷണം മുതല മരിക്കുകയും ചെയ്തു അത്രേ. അധിക ദിവസം കഴിയും മുൻപേ ഒരു കൊച്ചു മുതല ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രദേശവാസികൾ മുൻപുണ്ടായിരുന്ന മുതലയുടെ പേര് തന്നെ ഈ മുതലയ്ക്കും നൽകുകയുണ്ടായി. കുളത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാല കൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്ത ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ ഗോശാല കൃഷ്ണന്റേത്. സർവ അഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവിഘ്നം ഭക്തന്മാർക്ക് പുരാതന കാലം മുതൽക്ക് തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു. അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം കൂടിയാകുന്നു. വിശാലമായ തറയുടെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ വനശാസ്ത്ര സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട്. ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്രേ. അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട്. പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും പിന്നീട് അത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞതത്രേ. വന്നുയർത്തി ആദിതേയന്മാർ തന്റെ ആമയമെല്ലാം തീർത്ത ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ. നമുക്ക് അനിവാര്യമായതും ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതുമായതിനെയാണ് ഭയഭക്തി ബഹുമാനത്തോടെ കാണണമെന്ന് പറയുന്നത്. ഇവിടെ ഭയം എന്നത് പേടി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ശ്രദ്ധ വേണം എന്ന അർത്ഥത്തിലാണ്.
ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.